അപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു പോരാളിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, കുറച്ച് കാര്യമായിട്ട് കേൾക്കുന്ന ഒരു പോരാളിയാണ് IQ Neo 10. അതെ, ഈ പോരാളി നല്ലതാണെന്ന് കേൾക്കുന്നു. അതിന്റെ സ്പെക്ക് കണ്ടിട്ട് എനിക്കും കൊള്ളാം എന്ന് തോന്നി. അതിശയിപ്പിക്കുന്ന സ്പെക്കാണ്. ഇനി ഇത് തുറന്നിട്ട് അത്ര അതിശയിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്, റിവ്യൂ യൂണിറ്റ് ഒന്നും അല്ല. കാരണം IQ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ല. നോട്ട് ദ പോയിന്റ്. സോ ഫസ്റ്റ് അൺബോക്സിങ്. ആദ്യമേ തന്നെ ഫോണുണ്ട്. എല്ലാ അൺബോക്സിങ്ങിൽ ഫോണിനെ നമ്മൾ ആദ്യം പരിഗണിക്കാറില്ല. ആദ്യമേ കുറച്ച് ബുക്ക് ഞാൻ കണ്ടു. ബുക്ക്, പിന്നെ TPU കേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു TPU കേസ് ഉണ്ട്. കുറെ പേര് അൺബോക്സിങ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, മീൻസ് ഓവർ ദ ഹെഡ് ഷോട്ട് പോലെ ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ അതിനുള്ള സംവിധാനം നോക്കുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് ആ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു സെറ്റപ്പ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അത് സെറ്റ് ചെയ്യാൻ നോക്കാം. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഫോക്കസ് ആവില്ലോ എന്ന് എനിക്കറിയില്ല. 120 വാട്ട്സ് ആണ്. Type-C to Type-C ചാർജിങ് കേബിൾ ആണ്. Type-C to Type-C. സിം ഇജക്ടർ ടൂൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. IQന്റെ Q പോലെ ഇരിക്കുന്ന സിം ഇജക്ടർ ടൂൾ. അവസാനം നമ്മൾ ആദ്യമേ ഉപയോഗിച്ച സാധനത്തിലേക്ക് വരാം. ഫോൺ. ആദ്യമേ ഇതിന്റെ ലുക്ക് കാണുമ്പം എന്താ പറയുക, IQ 13 അൺബോക്സ് ചെയ്തപ്പം ആ ഒരു ഫീല് വരുന്നു. പക്ഷെ അത് ഇച്ചിരി നടുക്കായിരുന്നു. പിന്നെ IQ Neo 9 Pro വെച്ചാൽ വലിയൊരു സംഭവം തോന്നുന്നില്ല. IQ 10R എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, സത്യമായിട്ടും. എന്തായാലും ഇതൊക്കെയാണ് സംഭവം. അതായത് പഴയ ആ ഒരു Among Usന്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ പിക്സലിലാണ് അത് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ കണ്ണ് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. എനിവേ ഫ്രണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കുന്നുള്ളൂ, കാരണം ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ആവുന്നില്ല ബ്രോ, ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യും. അപ്പം നമ്മൾ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, IQ Neo 10. അപ്പം ഊറ്റി വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നല്ലതായിരുന്നു. അതെ, അപ്പോൾ തുടങ്ങിയേക്കാം. ഫസ്റ്റ് ഓഫ് കോഴ്സ് ദ ബിൽഡ് ആൻഡ് ഡിസൈൻ. ഞാൻ പറഞ്ഞു, ടിപ്പിക്കൽ ഒരു ഡിസൈനാണ്. IQ Neo 10R പോലെ തന്നെയാണ് എനിക്കിത് തോന്നിയത്. എൻ്റെ Neo 7 Pro എന്ന് പറയുമ്പോൾ അത് വേറൊരു പാറ്റേണിലായിരുന്നു ആ ടൈമിൽ. ഇപ്പം ഈ ഒരു റൗണ്ട് പാറ്റേണാണ്. ഈ ഒരു സാധനം നടുക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ IQ 13 ആയി. എനിവേ എനിക്ക് അങ്ങനെ ഡിസൈനിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇതൊരു റേസിംഗ് ഫോൺ, ഒരു വെറൈറ്റി ഡിസൈൻ. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഈ സ്ട്രിപ്സ് ഒക്കെ പോലെ അതൊരു റേസിംഗ് കാർ സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ നിയോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിയോ പവർ ടു വിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എനിക്ക് പേഴ്സണലി വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഡിസൈൻ. Not the point. Yeah. 8.1 millimeter thickness ആണ്. 206 ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ്. ആക്ച്വലി 206 എന്ന് പറഞ്ഞ സ്പെക്ക് മീൻസ് ഞാൻ ഇതിന്റെ ബോക്സിലൊക്കെ നോക്കുമ്പോൾ 206. എനിക്കത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. കാരണം ഹെഫ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. 8.1 millimeter എങ്ങനെ 7000 mAh ബാറ്ററി തള്ളിക്കയറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നത്. ഓഫ് കോഴ്സ് പുതിയ സിലിക്കൺ ആ ഒരു ബാറ്ററി ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും സംഭവം പോസിബിൾ ആയത്. എനിവേ അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പാനലിനെ പറ്റി എനിക്ക് അത്ര ഒരു ഇതില്ല. ഒരു എന്തോ ഒരു ചെറിയൊരു സ്ലൈറ്റ് ഒരു ഞങ്ങൾ പോലെയൊക്കെ തോന്നും. വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഒരു പ്ലാസ്റ്റിക് വേണ്ടടേ, ഗ്ലാസ് അതാ എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. കവറിട്ട് യൂസ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിന് ഈ പറഞ്ഞ ആ ഒരു ബാക്ക് പാനൽ ഒട്ടിയിരിക്കുകയായിരിക്കും, അങ്ങനത്തെ കുറേ പ്രശ്നം. ഗ്ലാസ് ആണെങ്കിൽ പിന്നെ സ്മൂത്താണ്. എനിക്ക് പേഴ്സണലി തോന്നിയാണ്. അത് ഞാൻ വഴിയെ പറയാം അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത്. എനിവേ, അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ ഇങ്ങനെയൊക്കെയാണ്. IP65 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ പറയാം. എനിവേ, അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ ആണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ആണ്. അത് ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ്. USB പോർട്ടാണ്. സ്പീക്കർ ഗ്രില്ലും ഉണ്ട്. പിന്നെ മൈക്കും ഉണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ല. അതെ, മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഒരു വെന്റും ഉണ്ട്. അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല തോന്നും. വോളിയം കുറച്ചുകൂടെ ആവാമായിരുന്നു. വലിയ പ്രശ്നമില്ല. ക്വാളിറ്റി ഈസ് ഗുഡ് ആൻഡ് വോളിയം ഈസ് ഓൾസോ ഫൈൻ. ബട്ട് കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫേസ് അൺലോക്ക് ഫസ്റ്റ് ആണ്. ഇനി ഫിംഗർ പ്രിന്റ് 1-2 തവണ കാണിച്ചാൽ മതി. ഇത് കുറേ ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടാണ്.
ഇറ്റ്സ് ഗുഡ്, രണ്ടും നൈസാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് കടക്കാം. കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, HDR ആണ്, 10-bit AMOLED ആണ്. 4320 ഹെർട്സിന് PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 4400 ആണ് തള്ളുന്ന ബ്രൈറ്റ്നസ്, അതേപോലെ 2000 ആണ് HBM ഗ്ലോബൽ ബ്രൈറ്റ്നസ് എന്ന് വേണം പറയാം. പ്രൊട്ടക്ഷൻ പറയപ്പെടുന്ന ഷീൽഡ് ഗ്ലാസ് എന്നാണ്. പാണ്ട പോയി, ഗൊറില്ല പോയി, ഷീൽഡായി. ഇപ്പം അടുത്ത് തന്നെ ആയിരിക്കുമോ പറയുന്നില്ലേ. എനിവേ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ നൈസ് ഡിസ്പ്ലേ ആണ്, വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല, അടിപൊളിയാണ്. നല്ല ഇപ്പം സ്ക്രീൻ മീൻസ് സൺലൈറ്റ് ഉള്ള ആ ഒരു വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, കളേഴ്സും അടിപൊളിയാണ്, ഡീപ് ബ്ലാക്സ് എല്ലാ സംഭവമാണ്, AMOLED ഡിസ്പ്ലേ സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു തരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ദാറ്റ്സ് ഗുഡ്. പിന്നെ സ്മാർട്ട് സ്വിച്ച് വലിയ പ്രശ്നം തോന്നുന്നില്ല, മേ ബി ചിപ്സെറ്റ് കൊണ്ടായിരിക്കാം. 120 ഹെർട്സ് ആണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. സ്മാർട്ട് സ്വിച്ച് ആണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ചൊരു ബാറ്ററി ലാഭിക്കാം. 1.5K റെസൊല്യൂഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് 1080p ഓടിക്കാം, ഫുൾ HD ഓടിക്കാം. സോ നിങ്ങളുടെ പ്രിഫറൻസ് കൊണ്ടാണ്. 1.5K ഇടുവാണെങ്കിൽ ബാറ്ററി കുറച്ചുകൂടെ വലിക്കും, മറ്റേതാണെങ്കിൽ ബാറ്ററി കുറച്ചേ വലിക്കുള്ളൂ, ദാറ്റ്സ് ഓൾ. വേറെ ഡിസ്പ്ലേയുടെ അങ്ങനെ കാര്യം പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കുതിരയെ പറ്റി സംസാരിക്കും. അതെ, മെയിൻ ഘടകമാണ് Qualcomm Snapdragon 8s Gen 4 ചിപ്സെറ്റ് ആണ്. അതെ, 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 8s Gen 4 പുതിയ സാധനമാണ്. Cortex X4 Prime Core, പിന്നെ A7 സീരീസിലുള്ള കോഴ്സ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല. LPDDR5X ആണ്, UFS 4.1 സപ്പോർട്ട് ചെയ്യും. 256GB വേരിയൻ്റ് ആണിത്. 3.1 ആണെങ്കിൽ 128GB കിട്ടും. 4.1 എബോവ് 256GB വേരിയൻസിലെല്ലാം കിട്ടും. എല്ലാം പാക്ഡ് ആണ്. സോ ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി Dimensity 9400 ആ ഒരു റേഞ്ച് 8s Gen 3-നേലും കുറച്ചുകൂടെ ബെറ്റർ ആണ്. 8s Gen 4 8 Gen 3യുടെ താഴെ ആയിരിക്കും, 8 Eliteൻ്റെ താഴെയായിരിക്കും. സോ ഇതൊരു എന്താ കൈൻഡ് ഓഫ് ഒരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ആ ഒരു റേഞ്ചാണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ടൈപ്പ് ഒരു ചിപ്സെറ്റാണ്. എക്സ്ട്രീം അല്ല, ഇതിന് മേളിൽ 8 Gen 3 ഉണ്ട്, അതിൻ്റെ മേളിൽ 8 Elite ഉണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ചിപ്സെറ്റ്, ഒരു 3ാം സ്ഥാനത്താണ്. പിന്നെ MediaTek ആയിട്ട് ഞാൻ പറയുമ്പോൾ 9400 ആ ഒരു റേഞ്ചാണ്. സോ അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് ബെഞ്ച് മാർക്ക് സ്കോറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ AnTuTu ബെഞ്ച് മാർക്ക് നോക്കി കഴിഞ്ഞാൽ 19,53,952 ആണ്. അതെ, ഗീഗ്ബെഞ്ച് സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1966 ആണ് സിംഗിൾ കോർ സ്കോർ, 5650 ആണ് മൾട്ടി കോർ സ്കോർ. ഇറ്റ്സ് ഗുഡ്. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഔട്ട്പുട്ടാണ്. സോ ഞാൻ ആദ്യമേ ഒരു 2 സെറ്റ് ചെയ്തായിരുന്നു, ഒരു റീസെറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് അത് പോയി. അതിനകത്ത് എനിക്ക് 62% സംതിങ് ആണ് സ്റ്റെബിലിറ്റി കിട്ടിയത്. എന്നാൽ അതൊരു പ്രശ്നമായിട്ട് പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാഫ് അത്യാവശ്യം പച്ചയായിരുന്നു. അതായത് പച്ചയായിട്ട് പോകുന്ന ഗ്രാഫിൽ ഇടയ്ക്കൊന്ന് താഴോട്ട് പോയിട്ട് പിന്നെയും പച്ച വരും, ECG വേരിയേഷൻ പോലെയാണ്. പക്ഷേ ആ ഒരു പച്ച കുറേ നേരം ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 65-62 ആ റേഞ്ച് ആയിരുന്നു. പിന്നെ റീസെറ്റ് എല്ലാം ചെയ്ത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ എനിക്ക് 77%, 30 മിനിറ്റ്സിൽ എനിക്ക് 72% ആണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ഒരു ബ്രില്യൻറ്റ് സ്റ്റെബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യേണ്ടി വരുമായിരിക്കും. ഒപ്റ്റിമൈസ് ഒക്കെ ആയി കഴിഞ്ഞ് ചിലപ്പം റെഡി ആവുമായിരിക്കാം. അതാണ് വലിയൊരു കുഴപ്പമില്ല. പുതിയ ഇതെന്ന രീതിയിൽ 70 above ഒക്കെ ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. പല ഫോണുകൾക്കും 68-16 ആ റേഞ്ചൊക്കെയാണ്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. പതിയെ ഇമ്പ്രൂവ് ആയിരിക്കും, നോക്കാം. ഇനി ഡേ ടു ഡേ പെർഫോമൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസും ഇല്ല, വളരെ സ്മൂത്താണ്, ഒരു ലാഗോ ഒന്നുമില്ല, എല്ലാം പടപടാന്നാണ്. പടപടാന്ന് കാര്യങ്ങൾ നമുക്ക് നീക്കാം. 144 ഹെർട്സിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതേപോലെ ആപ്പ് ഓപ്പണിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ്, നൈസാണ്, വേറെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യില്ല. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും. 8 Eliteഉം ഇതും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കണ്ണുകൾ കൊണ്ട് നമുക്ക് ആ വ്യത്യാസം കിട്ടത്തില്ല. അത് ഹാർഡ്വെയർ ലെവലിൽ അല്ലെങ്കിൽ കൂടുതൽ വലിയ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ വ്യത്യാസം കിട്ടുന്നത്. സോ അടിപൊളി ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസിന് കിട്ടും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. ഇനി ഗെയിമിങ്ങിലേക്ക് വരണമെങ്കിൽ BGMI നമുക്ക് സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം പ്ലസ് കിട്ടും, എക്സ്ട്രീം പ്ലസ് കിട്ടും. 120 ഹെർട്സിൻ്റെ 120 FPS സപ്പോർട്ടുണ്ട് BGMI. സോ ഞാൻ പ്ലേ ചെയ്ത് നോക്കി, കുറച്ച് നേരം ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഹീറ്റിംഗ് അനുഭവപ്പെട്ടു, ഒരു മൈനർ ഹീറ്റിംഗ് പോലെയൊക്കെ ഇത് ഫോൺ ടെൻഡ് ചെയ്യുന്നുണ്ട്. പുതിയൊരു അപ്ഡേറ്റ് വന്നത് ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ട്. ആദ്യം ഇച്ചിരൂടെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എനിവേ ഗെയിമേഴ്സിനുള്ള ഫോണാണിത്, അങ്ങനെ പറയേണ്ടി വരും, കാരണം പവർ പാക്ഡ് ആയിട്ടുള്ള പ്രൊസസ്സറൊക്കെയാണ്. സോ ഗെയിമേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. BGMI ഒക്കെ കിടിലായിട്ട് കളിക്കാം, കുറേ നേരമൊക്കെ കളിക്കാം. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഒക്കെ ഉണ്ട് കേട്ടോ, ബാറ്ററിയിലേക്ക് കണക്ഷൻ പോകുന്നത് നേരെ ബോർഡിലോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാം, ബാറ്ററി നോക്കണ്ട, ബാറ്ററിയുടെ പ്രശ്നം വരത്തില്ല, ഹീറ്റും അത്ര ആകത്തില്ല. അതേപോലെ തന്നെ അവരുടെ ഗെയിമിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഏതായാലും ഗെയിം പ്ലേ നൈസാണ്, എല്ലാം കുഴപ്പമില്ല, നല്ലതാണ്.
പിന്നെ ഹീറ്റിംഗ് കുറച്ചുകൂടെ റെഡി ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. മൈനർ ഹീറ്റിംഗ് എനിക്ക് അനുഭവപ്പെട്ടു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. അതെ, 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്, 8 മെഗാ പിക്സൽ അൾട്രാവൈഡാണ്, 2 ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ഷോയ്ക്കാണ്. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഇനി റെയർ ക്യാം 50 മെഗാ പിക്സൽ എങ്ങനെയുണ്ട്? സോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നോർമൽ, അൾട്രാവൈഡ്, 50 മെഗാ പിക്സൽ. അൾട്രാവൈഡ് നോർമലും തമ്മിൽ കളർ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ലെവലൊക്കെ കിട്ടുള്ളൂ അൾട്രാവൈഡ്. പക്ഷേ പ്രൈമറി ക്യാമറ ഈസ് ഗുഡ്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിനെല്ലാം നൈസാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. ഈവൻ ഡൈനാമിക് റേഞ്ച് ഒക്കെ ആണെങ്കിലും സ്കൈ ഒക്കെയാണ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോസാണ് കിട്ടുന്നത്. ഇനി പോർട്രേറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസാണ്. ബ്ലറൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഫോക്കസിങ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ലാത്ത നല്ല പോർട്രേറ്റ് ഫോട്ടോസും കിട്ടുന്നുണ്ട്. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഐക്യൂവിൽ എനിക്ക് പ്രശ്നം വരുന്ന ഈ ഹ്യൂമൻ സബ്ജക്ട്സിലാണ്. കാരണം ആ സ്കിൻ ടോൺ ഒരു മെനക്ക് സെറ്റ് ആക്കത്തിൽ വരും. പക്ഷേ ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ്, അത്യാവശ്യം നല്ല സ്കിൻ ടോൺ ആണ് ഈ ഒരു ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞത്, പക്ഷേ ഇറ്റ്സ് ഗുഡ്, അത്യാവശ്യം നല്ലതാണ്. ഒരു 90 എബോവ് ആക്യുറസി എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്ട് ഫോട്ടോസൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നൈസായിട്ടുള്ള ഫോട്ടോസാണ്, ലൈറ്റൊക്കെ അകത്തോട്ട് വലിക്കുന്നുണ്ട്. ഇനി സെൽഫി ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ സെൽഫി ഫോട്ടോസ് അത്യാവശ്യം നൈസാണ്, അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ കിട്ടും. 32 മെഗാ പിക്സൽ ഉണ്ടല്ലോ, അതിന് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. നല്ല സെൽഫി ക്യാമറയാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി വീഡിയോ കേപ്പബിലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 4K at 60 FPS ആണ് റെയറിലുള്ളത്. സോ ഇതാണ് iQOO Neo 10 എന്നുള്ള 4K at 60 FPS ഫുട്ടേജ്. അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആണ്. അത്യാവശ്യം ഓടിയാലും വലിയ കുഴപ്പമില്ലാത്ത ഫുട്ടേജാണ്. സോ അത്യാവശ്യം നൈസായിട്ടുള്ള 4K വീഡിയോ ആണ്, റെയറിൻ്റെ അത്യാവശ്യം നൈസാണ്. ഇനി സെൽഫിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 4K 60 FPS ഇവിടെയും കിട്ടുന്നുണ്ട്. അതെ, സർപ്രൈസിംഗ്ലി. അതെ, ഇതാണ് iQOO Neo 10 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്. 4K 30 FPS ഉണ്ട്, 60 FPS ഉണ്ട്. സർപ്രൈസിംഗ്ലി അത്യാവശ്യം സ്റ്റേബിളാണ്. സോ സെൽഫി വീഡിയോ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സെൽഫി വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി, ബാക്കി കുഴപ്പമില്ല, നൈസാണ്. ഇനി ഓവറോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ ഈസ് ഗുഡ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ടു വെരി ഗുഡ് റേഞ്ചിലാണ് ഈ ഒരു ക്യാമറയുടെ റേറ്റിംഗ് പറയുന്നത്. നല്ലതാണ്, ഫോർ ദ പ്രൈസ് വെച്ച് ക്യാമറ നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു യൂണിറ്റിന് ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു അപ്ഡേറ്റിന് ശേഷമാണ് ഞാനിത് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്ഡേറ്റിന് മുമ്പ് വരെയുള്ള ഞാൻ കുറേ സാമ്പിൾസ് എടുത്ത് നോക്കി, എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നില്ല. ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയോ ഒന്നും സംഭവിച്ചിട്ടുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, അപ്ഡേറ്റ് ചെയ്തു ഞാൻ ഒരു 3-4 ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ലെൻസ് അങ്ങ് ഫോഗ് ആവുക. അതായത് ഈ റെയർ ക്യാമറ ഫോഗ് ആയി പോവാണ്, അതായത് ഫുൾ ഒരു മങ്ങലായി പോവുക. എന്നിട്ട് മങ്ങലിൻ്റെ ഒരു രീതിയിലാണ് ലെൻസ് പിന്നെ കാണുന്നത്. നിങ്ങൾ ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ള് മങ്ങിയിരിക്കുന്നത്, അതായത് സ്കൈ ഒക്കെ ഒരുമാതിരി നമ്മൾ രാത്രി ലൈറ്റിനിട്ട് ഫോട്ടോ എടുക്കുന്ന പോലത്തെ ഒരു സംഭവം, ഒരു ഗ്ലെയർ ഒക്കെ പോലെ വരുന്നു. കുറച്ച് നേരം സ്റ്റാൻഡ് ബൈ മോഡിൽ, അതായത് ഫോൺ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഫോൺ പെട്ടെന്ന് സ്റ്റാൻഡ് ബൈയിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ശരിയാവും. പിന്നെയും ഞാൻ വെയിലത്തോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ഇത് വരും. ഇത് ഈ ഒരു യൂണിറ്റിന് സംഭവിച്ച ഇഷ്യൂ ആണോ, അതാണ് ആദ്യത്തെ ചോദ്യം. ഇനിയിപ്പോൾ ഈ ഒരു യൂണിറ്റിന് ഇഷ്യൂ ആണോ, ഓക്കെ ഫൈൻ, ചിലപ്പോൾ എൻ്റെ മാത്രം ഇഷ്യൂ ആയിരിക്കാം. ഇനി അപ്ഡേറ്റ് കൊണ്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിവേ ഇത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വളരെ വിയേർഡ് ആയിട്ടുള്ള സംഭവമാണിത്. അപ്ഡേറ്റിന് മുമ്പ് വരെ കുഴപ്പമില്ലായിരുന്നു, ഇനി അപ്ഡേറ്റ് കൊണ്ട് ഇത് അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഫിസിക്കൽ ഡാമേജിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത്. എന്നാൽ ലെൻസിനകത്ത് ഫുള്ള് ഫോഗ് അടിച്ച് കയറി കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാകരുത്. ഇത് ഞാൻ 5 മിനിറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫോഗ് അടിക്കും, പിന്നെ ഓഫ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ശരിയാവും. ഇതെന്ത് തേങ്ങ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് അറിയത്തില്ല. ഇനി വെള്ളം കയറി എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ ആലോചിച്ചു. IP65 ഉള്ള ഫോൺ ഞാനിത് മഴയത്തൊന്നും എടുത്തിട്ട് പോലുമില്ല. ഇതിനകത്ത് വീണാൽ തന്നെ വല്ല 1 തുള്ളിയോ 2 തുള്ളിയോ ഒക്കെ വീണമെന്നിരിക്കാം. കാരണം നമ്മൾ ഫോട്ടോ എടുക്കും, ഫുൾ ടൈം മഴയാണല്ലോ, സൂര്യനെ കാണാറില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സീരിയസ്ലി IP65 എന്നെ നിങ്ങൾ എന്തിനാ വെച്ചേക്കുന്നത്? അപ്പം മനസ്സിലാകുന്നില്ല. അപ്പം ആ ഒരു ഇഷ്യൂ കാരണം എനിക്ക് ഈ ക്യാമറയെ കുറേ സാമ്പിൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മേ ബി ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, മേ ബി ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നമാകാം, നിങ്ങളുടെ യൂണിറ്റിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാം. സോ എന്തായാലും എനിക്ക് ഫേസ് ചെയ്ത സാധനം ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് iQOO 5ന്റെ പൈസയും തരുന്നില്ല, ഈ ഒരു ചാനലിൽ കാണുന്നുമില്ല. ഞാൻ എനിക്ക് വായത്തൊന്ന് വിളിച്ചു പറയും, ദാറ്റ്സ് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. അതെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ക്യാമറ ഇസ് വെരി ഗുഡ്, ബട്ട് ഈ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തു. ഇത് ഈ ഒരു ഫോണിൻ്റെ ഇഷ്യൂ ആണ്, ഈ ഒരു യൂണിറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഫൈൻ, ഞാൻ ഓക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കണം, അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞാണ് തീർത്തത്. എനിവേ ഫൺ ടച്ച് OS 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. സോഫ്റ്റ്വെയർ ഇസ് ഗുഡ്. അങ്ങനെ ഹെവി ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്യില്ല, 1-2 എണ്ണമൊക്കെ ഫേസ് ചെയ്തു. സീരീസിൽ ഞാൻ പറയുകയാണ്, iQOO സോഫ്റ്റ്വെയറിന് കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണം. Neo 7 Pro ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ ഇഷ്യൂ ഒന്നുമില്ല. എനിവേ ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ
അങ്ങനെ കൂടുതൽ ജങ്ക് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, നല്ലതായിരിക്കും. ഏറെക്കുറെ ഒരു 6-9 ബ്ലോട്ട് വേസ് ഞാൻ കണ്ടു. ബ്ലോക്ക് ബ്ലാസ്റ്റ് ഒക്കെ അവന്മാരുടെ പാരമ്പര്യമായ സ്വത്താണ്, അതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പിന്നെ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക് അങ്ങനെ കുറച്ച് സാധനം, ഫോൺ പേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ റെക്കമെൻഡേഷൻസ് ഓഫ് ചെയ്തില്ലെങ്കിൽ തുരുതുരാ റെക്കമെൻഡേഷൻസ് വരും. ഗ്ലോബൽ സെർച്ചിലൊക്കെ ആഡ്സ് ഒക്കെ ഉണ്ട്. സോ കുറച്ചൊക്കെ ഇമ്പ്രൂവ്ഡ് ആണ്. ബഡ്ജറ്റ് ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ആഡ് ഇല്ല, എന്നാലും നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ സെറ്റ് ആക്കണം. പക്ഷേ കുറേ പേര് പറഞ്ഞ റിയൽമി യുടെ ആണ് ഇതിനേലും ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ഐക്കൺ സർക്കിളിൽ കിട്ടും. അതെൻ്റെ ഒരു ഇതാണ്. റിയൽമിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കുറച്ചുകൂടെ ഓവലാന്ന് തോന്നുന്നു അതിനകത്ത്. എനിവേ വേറെ എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ സോഫ്റ്റ്വെയർ എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നില്ല. പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. കാരണം അപ്ഡേറ്റിൽ കുറേ ഇഷ്യൂ വരുന്നുണ്ട്, ഐക്യൂവിന് കുറേ ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ കരിയർ അഗ്രിഗേഷൻ എന്ന് കഴിഞ്ഞാൽ കരിയർ അഗ്രിഗേഷൻ ഒക്കെ ഉണ്ട്. 5G++ കിട്ടുന്നുണ്ട്, വോ 5G ഒക്കെ കിട്ടുന്നുണ്ട്. ഐ മീൻ വോ NR. കണക്ടിവിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ Wi-Fi 7 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. എല്ലാ സെൻസേഴ്സും ഈ ഒരു ഫോണിനകത്തുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല, സെൻസേഴ്സ് എല്ലാം ഉണ്ട്. ഇനി ഫൈനലി ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 7000 mAh യമണ്ടൻ ബാറ്ററിയാണ്. അതെ, ഇതിനാണ് യമണ്ടൻ എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കേണ്ടത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റസ്റ്റ് ചാർജറാണ്, വീട് കത്തിക്കുന്ന 120 വാട്ട്സ് ചാർജർ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഞാൻ 21% ഒരു 100 എത്താൻ ഏറെക്കുറെ 30 മിനിറ്റ്സ് എടുത്തു. ഇവർ ക്ലെയിം ചെയ്യുന്ന 0 to 100 36 ആണ്. സീരിയസ്ലി 7000 mAh 36 മിനിറ്റ്സ് ഈസ് ബ്രില്യൻറ്റ്. അടിപൊളിയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹൈ പവറിൽ കൊടുക്കണം കേട്ടോ, എന്നാലേ ഈ ഒരു സംഭവം കിട്ടും. അല്ലെങ്കിൽ നോർമൽ 68 വാട്ട്സിലാന്ന് തോന്നും. ഇനി ബാറ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 7000 mAh എന്ന് ഇവർ തന്നിട്ടുണ്ടെങ്കിലും 7000 mAh ഒരു ശക്തി എനിക്ക് തോന്നുന്നില്ല. ഒരു 5000 ഒക്കെ പോലെ തന്നെ വൺ ഡേ ഒക്കെ നിൽക്കും, വൺ ഡേ കഴിഞ്ഞ് നിൽക്കും. പക്ഷേ 7000 എന്ന് പറഞ്ഞ ഒരു ഹൈപ്പിലേക്ക് എത്തുന്നില്ല. മേ ബി നമ്മൾ കൂടുതൽ ഓവറായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല. കാരണം ബെഞ്ച് മാർക്കും ഗെയിമൊക്കെ എടുത്തിട്ട് ഓടിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഇതിന് മുമ്പ് ഈ C10 ഒക്കെ ആണെങ്കിലും ബാറ്ററി ഡ്രെയിൻ ഒക്കെ പറയുന്നുണ്ട്. IQ Neo 10R ബാറ്ററി ഡ്രെയിൻ പറയുന്നുണ്ട്. അതുപോലെ ബാറ്ററി ഡ്രെയിൻ ആണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും വൺ ഡേ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബാറ്ററി 7000 ആണെങ്കിലും അത് ഡ്രെയിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 5000-5500 റേഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. വൺ ഡേ എന്തായാലും കിട്ടും. പക്ഷെ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതാണ് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഇനി ഫൈനലി നമുക്ക് പ്രൈസ് ആൻഡ് കൺക്ലൂഷനിലേക്ക് കടക്കാം. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസ് 8GB 120GB പ്രൈസ് എന്ന് പറഞ്ഞാൽ 32,000 ആണ്, 31,998. ഇനി 8GB 256GB പ്രൈസ് 34,000 ആണ്, 8256 ആണ് നമ്മൾ മേടിച്ചത്. ഇനി കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ 30 to 35,000 ആ ഒരു പ്രൈസ് കാറ്റഗറി ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ബിൽഡ് ഈസ് ഫൈൻ, ഡിസ്പ്ലേ ഈസ് ഗുഡ്, പെർഫോമൻസ് ഈസ് ഗ്രേറ്റ്, ക്യാമറ ഈസ് ഗുഡ്, അതുപോലെ ബാറ്ററി ഈസ് ഓൾസോ ഗുഡ്. സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ഒക്കെ സെറ്റ് ആക്കാം, മീഡിയം ലെവൽ. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസിൽ ഇവർ ഇത്രയും പവർ പാക്ഡ് സാധനം തന്നു, വെയിറ്റും ഇല്ല. 7000 mAh ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ റെഡി ആക്കണം, ശരിയാവും. സോ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട്, 4K റെക്കോർഡിംഗ് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. സോ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഓൾറൗണ്ടർ ഫോണാണ്. ഇതിന്റെ ഡൗൺ സൈഡ് ഞാൻ സ്ലൈറ്റ് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. പിന്നെ എനിക്ക് പറ്റിയ ഇഷ്യൂ അപ്ഡേറ്റിലാണെങ്കിൽ അതും ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ അല്ല. സോ വേറെ പ്രശ്നമൊന്നും എനിക്ക് പറയാനില്ല. അത്യാവശ്യം നൈസ് ഫോണാണ്, എടുക്കാവുന്ന ഒരു ഫോണാണ്. എൻ്റെ ഒരു 30-35 റേഞ്ചിലുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും ഈ ഒരു ഫോൺ. കുറച്ചുകൂടെ പെർഫോമൻസ് കാര്യമാണ് ഇത് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്, നോട്ട് ദ പോയിന്റ്. കാരണം 8S Gen 4 ആണ് ഇതിനകത്തുള്ള കുതിര. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ എല്ലാവർക്കും